ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനെ കുറിച്ചാണ്. സി# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറേഴ്സോ എന്തെങ്കിലും എക്സെപ്ഷൻസോ ഒക്കെ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ, അതായത് റൺ ടൈം എറേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പോൾ നമ്മൾ സി#നകത്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് എക്സാമ്പിൾസ്, പിന്നെ അതിനകത്ത് കുറേ കീവേഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റൺ ടൈം എറേഴ്സോ എക്സെപ്ഷൻസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനും അത് റെസ്പോണ്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്ക്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൺ ടൈം എറേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ അപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ എറേഴ്സ് ഉണ്ടായാലും അല്ലെങ്കിൽ എക്സെപ്ഷൻ ഉണ്ടായാലും നമ്മളുടെ ആ നോർമൽ ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്തെങ്കിലും എക്സെപ്ഷൻസ് വരുമ്പോൾ അത് ത്രോ ചെയ്ത് കൊടുക്കും എന്ന് മാത്രം. ഇനി ഇതിനകത്ത് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. റൺ ടൈമിൽ നമ്മൾ ത്രോ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ഇവൻ്റോ ആണ് ഈ എക്സെപ്ഷൻ എന്ന് പറയപ്പെടുന്നത്. എല്ലാ എക്സെപ്ഷൻസും system.exception ക്ലാസ്സിൻ്റെ അതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ system.exception ക്ലാസ്സിനകത്ത് കുറേ എക്സെപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതാണ് നമ്മൾ ത്രോ ചെയ്യുന്നതും ക്യാച്ച് ചെയ്യുന്നതൊക്കെ. ഇത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റൺ ടൈം എററാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അതൊരു എററാണ്. അത്തരം എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തില്ല അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തിട്ട് ആ പ്രോഗ്രാമിനകത്തുനിന്ന് ടെർമിനേറ്റ് ചെയ്ത് പോവേണ്ടി വരും. അപ്പോൾ എന്താണ്, നമുക്കത് പാടില്ല. പകരം എന്താണ്, മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം. അവിടെ നമുക്ക് എക്സെപ്ഷൻസിലൂടെ അത് സോൾവ് ചെയ്യാൻ കഴിയും. ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് ആ നോർമൽ ഫ്ലോ, പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സെപ്ഷന് ശേഷവും റെസ്റ്റ് ഓഫ് ദി കോഡ് എന്താവും, എക്സിക്യൂട്ട് ചെയ്ത് പോകും. പിന്നെ സി#നകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ എക്സെപ്ഷൻസും system.exception ക്ലാസ്സിനകത്തുനിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസ് അല്ലെങ്കിൽ എക്സെപ്ഷൻ ക്ലാസ്സസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ system.divide/0 എക്സെപ്ഷൻ. അതായത് ഡിവൈഡഡ് ബൈ 0 എന്നുള്ളത് ഒരു എററാണ് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷനാണ്. അതൊരു തെറ്റായ കാര്യമാണ്, നമുക്കറിയുന്നൊരു കാര്യമാണ്. ഒരിക്കലും ഡിവൈഡഡ് ബൈ 0 പോസിബിൾ അല്ല. അപ്പോൾ ആ എറർ ഹാൻഡിൽ ചെയ്യാനാണ് ഡിവൈഡഡ് ബൈ 0 എക്സെപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, നമ്മളുടെ ഒരു നമ്പർ 0 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതെന്തായാലും എററാണല്ലോ. അപ്പോൾ ആ എറർ ഇത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ system.null reference exception എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ നൾ ഒബ്ജക്റ്റ് റെഫർ ചെയ്യുമ്പോൾ, അതായത് ഒരു നൾ ഒബ്ജക്റ്റ് റെഫറൻസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കേസ് ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനാണ് ഈ system.null reference exception. പിന്നെ ഇൻവാലിഡ് കാസ്റ്റ് എക്സെപ്ഷൻ. അതെന്താണ്, ഇൻവാലിഡ് ടൈപ്പ് കാസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും എറർ ജനറേറ്റ് ചെയ്യും, അത് ഹാൻഡിൽ ചെയ്യും. പിന്നെ നൾ റെഫറൻസ് എക്സെപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, നൾ ഒബ്ജക്റ്റ് റെഫറൻസിങ് ആയി നടക്കുമ്പോൾ ഉണ്ടാകുന്ന എറർ ഹാൻഡിൽ ചെയ്യുക. പിന്നെ ഫീൽഡ് ആക്സസ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് അതെന്താണ്, പ്രൊട്ടക്റ്റഡ് ഫീൽഡ് ആക്സസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫീൽഡ് ആക്സസ്, അതൊക്കെ ഇൻവാലിഡായിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് ഹാൻഡിൽ ചെയ്യും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 4 കീവേഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോ. അതൊക്കെ സിൻറ്റാക്സും എക്സാമ്പിളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് സെപ്പറേറ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കപ്പോൾ പറയാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് എന്താണ്, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ്
ഹാൻഡിൽ ചെയ്യും. അതായത് നമ്മളിതുവരെ പറഞ്ഞ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എറേഴ്സ് വരിക, എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുക പ്രോഗ്രാം റൺ ചെയ്യുന്നതിനിടയിൽ, അതൊക്കെ ഹാൻഡിൽ ചെയ്യാനാണ് ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ് കൺട്രോൾ. ഏതെങ്കിലും ഒരു സെക്ഷനിൽ എത്തുമ്പോൾ നമ്മളുടെ കോഡിനകത്ത് എറേഴ്സ് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ കൺട്രോള് അടുത്ത പാർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ ട്രാൻസ്ഫർ കൺട്രോൾ എന്ന് പറയുക. പിന്നെ പാർട്ടീഷൻസ് കോഡ്. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കോഡിനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നും ഓരോ പാർട്ടായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ ലെസ് കോഡ് എക്സിക്യൂഷനാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസിൽ നമുക്ക് നോർമൽ കണ്ടീഷനിൽ ലെസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാണ്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ ഇത് പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് എക്സിക്യൂഷൻസൊക്കെ നടത്തും. പിന്നെ സ്പെസിഫിക് എക്സെപ്ഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യണം. അത് എന്താ വെച്ചാൽ C# 6.0 ഉള്ളതാണ്. അതായത് എക്സെപ്ഷൻ ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്തുകൊണ്ട് ക്യാച്ച് ബ്ലോക്കിനകത്ത് കൂടുതൽ സ്പെസിഫിക് എക്സെപ്ഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യും, പിന്നെ ട്രാൻസ്ഫർ കൺട്രോള്, പിന്നെ പാർട്ടീഷൻ കോഡ്, പിന്നെ എക്സിക്യൂട്ട് ലെസ് കോഡ്, പിന്നെ സ്പെസിഫിക് എക്സെപ്ഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യും. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയാനുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിനകത്ത് കുറേ കീവേഡ്സും അതുപോലെ തന്നെ എക്സാമ്പിൾസൊക്കെ നോക്കാണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. അതെന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ്. നമ്മളുടെ പ്രോഗ്രാമിങ്ങിനകത്ത് എന്തെങ്കിലും എറേഴ്സ്, റൺ ടൈമിൽ എന്തെങ്കിലും എറേഴ്സോ എക്സെപ്ഷൻസോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാം.